അപ്പോൾ ദേ ഗ്യാസ് നമ്മുടെ വഴുതനങ്ങ ദേ മുറിച്ചെടുക്കാൻ പോവാണ്. വഴുതനങ്ങ നമ്മൾ മുറിക്കുന്ന വട്ടത്തിൽ മുറിച്ചെടുക്കുവാണ്. വട്ടത്തിൽ മുറിച്ചെടുത്താൽ ഭംഗിയാണ്. അപ്പോൾ ദേ ചേച്ചിയാണിത് മുറിക്കുന്നത്. ദേ അപ്പോൾ ദേ ഗ്യാസ് ഇത് മൊത്തം ഇനി ഇതുപോലെ റൗണ്ടിൽ വെട്ടാം. അപ്പോൾ നമുക്കിനി ഇത് മൊത്തം റൗണ്ടിൽ വെട്ടാം. അപ്പോൾ ഗ്യാസ് നമ്മുടെ വഴുതനങ്ങ അതെ നല്ല വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ട നല്ല വട്ടത്തിലെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അതെ അവസാനത്തെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു ഗ്യാസ്. അതെ ഓക്കെ ഗ്യാസ്. അപ്പം നമ്മൾ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഗ്യാസ് അടുത്ത ഇതിൻ്റെ അകത്ത് എന്ത് ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ മസാലയായിട്ട് വേണ്ടിയിട്ട് ചിക്കൻ പൊടി ഇടുവാണ്. ചിക്കൻ മസാല എന്നാണ്, ഞാൻ ചിക്കൻ പൊടി എന്നാണ് പറയുന്നത്. ചിക്കൻ മസാല ഇട്ട് അപ്പോൾ അത് ഗ്യാസ് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഗ്യാസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സത്യത്തിൽ പറഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയുമാണ് ഇടുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ മസാല ഉള്ളതുകൊണ്ട് നമ്മൾ ചിക്കൻ മസാല ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണേൽ മുളക് പൊടി ഇടാവേ. ഞങ്ങൾ മുളക് പൊടിയും ചിക്കൻ മസാലയും ഉപ്പുമാണ് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്തിട്ടുള്ളത്. അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒന്ന് തളിച്ചാൽ മാത്രം മതിയേ, ഒരുപാടാവരുത്. അതെ ഇനി ഇതെല്ലാം കൂടെ തേച്ച് പരട്ടി അങ്ങ് എടുക്കണം. ചിക്കൻ മസാലയുടെ മണം ഇവിടെ വരെ അടിച്ചു. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് എരിവിന് വേണ്ടി. നല്ലോണം മിക്സ്. ഓക്കെ ഗ്യാസ് ദേ. അപ്പോൾ അത് ഗ്യാസ് നമ്മൾ അടുത്ത ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് ദേ എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം. ഇനി ഇത് എടുത്ത് പാനിലിട്ട് ഫ്രൈ ചെയ്യണം. അത് ഗ്യാസ് ഇനി ഇത് ഫ്രൈ ചെയ്യുക. അപ്പോൾ അത് ഗ്യാസ് നെക്സ്റ്റ് നമ്മൾ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം, വറക്കാൻ പറ്റിയ പരുവത്തിൽ. ഇത്ര എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാവണം, എന്നിട്ട് നമുക്കതെടുത്ത് ഇതിൻ്റെ അകത്തിട്ട് വറുത്തങ്ങ് എടുക്കണം. അപ്പോൾ അതേ ഗ്യാസ് നമ്മൾ ഇതിടാൻ പോവാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനലിൽ ഇനിയും പോലെ കുക്കിംഗ് വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മുടെ ഈ അടുക്കള ചെയ്യുന്ന 1-2 പാചകമായാലും നമ്മൾ ഇടുന്നതായിരിക്കും. വറക്കുന്നതിൻ്റെ ഒരു ശബ്ദം കണ്ട് ഗ്യാസ്. അപ്പം ഇനി ഇത് വറുത്തങ്ങ് എടുക്കാം. അപ്പോൾ അത് ഗ്യാസ് അതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ബീട്രൂട്ട് തോരൻ വന്നത്. നമ്മുടെ സാധനം അവിടെ കിടന്ന് നല്ലോണം മൊരിയുന്നുണ്ട്. ഇത് തേങ്ങയല്ലേ, തേങ്ങ ഇട്ടിട്ടില്ലേ. നമ്മൾ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇല്ല, ചില സമയമൊക്കെ തോരൻ്റെ അകത്തുണ്ടല്ലോ തേങ്ങയിടും. അത് കിടന്ന് നല്ലോണം മൊരിയുന്നുണ്ട്. കളറ് വീഡിയോക്കകത്ത് അത്ര ഇല്ലെങ്കിലും നല്ല കളറായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു മഞ്ഞ കളർ പോലെയാണ്, പക്ഷെ ഒറിജിനലായിട്ട് ഒരു ബ്രൗൺ കളർ പോലെ ആയിട്ട്
അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു ട്രിപ്പ് ദേ ഇട്ടത് ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇരിക്കുന്നു. അടുത്ത ട്രിപ്പ് ദേ അവിടെ കിടന്ന് മുരിയുന്നു. ഇപ്പം ഇട്ടതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്താണ്. ചൂടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാം. ചൂടാണ്. കൊള്ളാം. ഇത് മറ്റേ പാവയ്ക്കൊക്കെ വറുക്കത്തില്ലേ? പാവയ്ക്ക് വറുക്കുമ്പോൾ ഒരു ടേസ്റ്റ്. കാരണം എനിക്ക് പാവയ്ക്ക ഇഷ്ടമാണ്. പക്ഷെ ഇത് കൊള്ളാവേ. അടിപൊളി. അപ്പോൾ അതെ ഗൈസ്, നമ്മൾ ഇത്രയും വേവിച്ചെടുത്തു. അതെ, ഇത്രയും വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതെ ഇത്ര 5 വീണ്ടും വറക്കാൻ ഇട്ടു. അപ്പുറത്തെ പ്ലേറ്റിൽ കുറച്ചുകൂടി ഇരിപ്പുണ്ട്. ഇനി ഇതേ അതുകൂടെ ഒന്ന് വറുത്തങ്ങെടുക്കണം. അപ്പോൾ ഗൈസ് ദേ നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.